കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഭർത്താവിനെ ഒതളങ്ങ നൽകി കൊലപ്പെടുത്തിയെന്ന പരാതിയിൽ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് പരാതി. കരുനാഗപ്പള്ളി സ്വദേശി സനീഷാണ് ഒതളങ്ങ ഉള്ളിൽ ചെന്ന് മരിച്ചത്. പെൺസുഹൃത്താണ് ഒതളങ്ങ നൽകിയതെന്നാണ് സനീഷിന്റെ ഭാര്യ അനിലകുമാരിയുടെ പരാതി. ആത്മഹത്യ ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹം. ഞങ്ങൾക്ക് ബാധ്യതകളുണ്ട്, അത് സത്യം. പക്ഷെ ബാധ്യതകളുടെ പേരിൽ അദ്ദേഹം കഴിക്കത്തില്ല. എപ്പോഴും പറയാം, എൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു നിർത്താൻ ഞാൻ ഇട കൊടുക്കത്തില്ലെന്ന്. അദ്ദേഹത്തിന് അഥവാ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കടലിൽ പോയാലും പോയിച്ചാകും. പക്ഷെ ഒരിക്കലും എൻ്റെ ഭർത്താവ് ആത്മഹത്യ ഈ ഒതളങ്ങ എന്ന് പറയുന്നതൊക്കെ കഴിക്കത്തില്ല. ഗില്ലി എന്നൊരു പയ്യനാണ്. ഗില്ലി എന്ന് പറയുന്നത് 13 വയസ്സ് 14 വയസ്സോ അങ്ങോട്ട് പ്രായമുണ്ട് ആ മോന്. ആ മോനാണ് കണ്ടത് ഷീജ ഒതളങ്ങ പിച്ചിക്കൊണ്ട് വരുന്നതെന്ന് നാട്ടുകാർ ചോദിച്ചപ്പം പറഞ്ഞു. ഇത് ഉള്ളിൽ പോയിട്ടുണ്ടെന്ന് പറയാം. അവിടെ ഒരു 3 വയസ്സുള്ള കുഞ്ഞ് ഈ പരിസരവാസികൾ ചോദിച്ചപ്പം പറഞ്ഞത് പപ്പായ്ക്ക് കുരു ജ്യൂസ് അടിച്ച് കൊടുത്ത് അമ്മന്ന്, മാങ്ങ ജ്യൂസ് അടിച്ച് കൊടുത്തു, അമ്മ തൊലിയും തിന്നെന്നാണ് ഈ കുഞ്ഞു പറയുന്നത്. അതവൻ മരണപ്പെട്ടതിന് ശേഷം ഞാനും കഴിച്ചെന്നും പറഞ്ഞ് അവൾ ചുമ്മാതെ അഡ്മിറ്റായി അവിടെ. അല്ല, അവിടെ മരുന്നൊന്നുമില്ല. അവിടെ അറ്റൻഡർ നിങ്ങൾ തിരക്കപ്പം പറഞ്ഞ് ഇവിടെ ചുമ്മാതെ കയറി കിടന്നത്, മരുന്നൊന്നുമില്ല, ഈ ഒതളങ്ങ തിന്നെന്നും പറഞ്ഞ് അവൾ അവിടെ അഡ്മിറ്റായി. അവൾ ഒതളങ്ങ അതേ ഉള്ളൂ, അല്ലാതെ അവൾ അതൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഷമീറാണ് വിവരങ്ങളുമായി നമുക്കിപ്പോൾ കൊല്ലത്ത് നിന്ന് ചേർന്നത്. ഷമീർ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ ഈ ബന്ധുക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ കേട്ടു. ഇത് എന്താണ് സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ് ഈ ഒരു വിഷയത്തിൽ? കഴിഞ്ഞ ഏപ്രിൽ 17-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് സേതുലക്ഷ്മി. അതായത് ഈ സിനീഷിനെ ഈ പെൺസുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിന് ഹൈ BP ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇദ്ദേഹം ഇത്തരത്തിലൊരു ഒതളങ്ങ ഉപയോഗിച്ച് വിഷക്ക കഴിച്ചിരിക്കുന്നു എന്ന് ആശുപത്രിയിൽ പറയുന്നു. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ വയറ് ക്ലീൻ ചെയ്ത ശേഷം ഇദ്ദേഹത്തെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് കൂടെ ഉണ്ടായിരുന്ന പെൺസുഹൃത്തിനോട് ഡോക്ടർമാർ പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ കൊണ്ടുപോകാതെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയുള്ള പത്മ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ കൂടെ ഉണ്ടായിരുന്ന യുവതി അവരും ഇത്തരത്തിൽ ഒതളങ്ങ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ്. പിന്നീട് ഏതാണ്ട് വൈകിട്ടോടുകൂടി ഈ സിനീഷ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് സിനീഷിന്റെ ഭാര്യ അനിലകുമാരി അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇതിലൊരു ആരോപണവും ഒരു ആക്ഷേപവും വരുന്ന സാഹചര്യം, ഇത്തരത്തിൽ ആ വീട്ടിൽ ഈ സ്ത്രീ, അതായത് ഈ കൂടെ ഉണ്ടായിരുന്ന യുവതി ഈ ഒതളങ്ങ ഉള്ള ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നത് കണ്ടതായിട്ടുള്ളൊരു ദൃക്സാക്ഷി ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. കരുനാഗപ്പള്ളി മഹാത്മാഗാന്ധി കോളനിയിലുള്ളതാണ് സിനീഷ്. സിനീഷിന്റെ വീടിൻ്റെ അടുത്ത് തന്നെ വലിയ കായലോരമാണ്. കായലോരത്തിന്റെ സൈഡിൽ ഇത്തരത്തിൽ ഒതളങ്ങ ഉള്ള ഒരു ഭാഗത്ത് ഈ സ്ത്രീ അവിടെ ഒളിച്ചിരിക്കുന്നത് കണ്ടതായി അവിടെ ചൂണ്ടയിടുന്ന ഒരു സ്ത്രീ പോലീസിന് ദൃക്സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മൊഴിയൊന്നും പോലീസ് കാര്യക്ഷമമായി എടുത്തിട്ടില്ല. ഒരു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തെങ്കിലും ഇവർ ആത്മഹത്യ ചെയ്താണ്, ഇത്തരത്തിൽ ഒതളങ്ങ കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് ഈ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ കുടുംബാംഗങ്ങളുടെ പരാതി മറ്റൊരു ജ്യൂസിൽ കലർത്തി ഇത്തരത്തിൽ ഈ കൂടെ ഉണ്ടായിരുന്ന യുവതി ഇയാളെ കൊലപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിക്ക് യാതൊരു മുഖവിലയും പോലീസ് കൽപ്പിക്കുന്നില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയരുകയും മുഖ്യമന്ത്രിക്കും ഒന്നും ഉണ്ടായിട്ടില്ലേ ഷമീർ ഈ വിഷയത്തിൽ പരാതിയിന്മേൽ? തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ മരണപ്പെടുകയാണ്. അതും ഒരു സ്ത്രീ, കൂടെ ഉണ്ടായിരുന്നൊരു യുവതി ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുചെല്ലുന്നു. പിന്നീട് അവരും ഇത്തരത്തിൽ ഈ ഒതളങ്ങ കഴിച്ചു എന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ആകുന്നു. പക്ഷേ അവർ ഒതളങ്ങ കഴിച്ചതിന് യാതൊരു തെളിവുമില്ല. ഒരു 3 വയസ്സുകാരനെ കുട്ടി ആദ്യം നൽകിയൊരു പ്രതികരണമാണ് കുടുംബത്തിന് ഇത്തരത്തിലൊരു ദുരൂഹതയിലേക്ക് എത്തിയത്. വീട്ടിലൊരു മാങ്ങാ ജ്യൂസ് അടിച്ച് നൽകിയിരുന്നു, അതിനൊപ്പം ഈ കുരു അടിച്ച് എന്നാണ് ഇപ്പോൾ കുടുംബം വിശ്വസിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കും അതുപോലെ DGPക്കും അടക്കം ഈ കുടുംബം പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ ഈ വാർത്ത ചിത്രീകരിച്ചിട്ട് ഇവിടേക്ക് വന്ന് ഇത് സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോലീസ് ആ വീട്ടിലേക്ക് ചെന്ന് അവിടെ ജ്യൂസ് അടിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ജ്യൂസറും അതുപോലെ കത്തിയുമൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നറിഞ്ഞുകൊണ്ട് അത് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് കൊണ്ടുപോകാനായി പോലീസ് തയ്യാറായത്. അതായത് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഇത്തരത്തിൽ ഈ സിനീഷിന് ഈ യുവതിയുമായി അടുപ്പമുണ്ട്
ഉണ്ടാകുന്നു. ആ യുവതിയെ കാണാനായിട്ടാണ് അന്ന് രാവിലെയോടുകൂടി അവിടേക്ക് പോകുന്നത്. പിന്നീട് അവിടെ എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇത്തരത്തിൽ ആ മരണപ്പെടുന്നതിന് ഇദ്ദേഹം ഇത്തരത്തിൽ ഇത് കഴിച്ച് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും സിനീഷിന് ഇല്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. മറ്റേതെങ്കിലും ജ്യൂസിൽ കലർത്തി ഇദ്ദേഹത്തിന് ഈ കുരു നൽകിയിട്ട് ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ ഈ സ്ത്രീ കൂടെ ഉണ്ടായിരുന്ന യുവതി ശ്രമിച്ചതായിട്ടാണ് ഈ കുടുംബത്തിന്റെ ആരോപണം. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികൾ ഇനി വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സേതുലക്ഷ്മി.